കണ്ണൂർ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം നടന്നു. വിജയോത്സവ ചടങ്ങിൽ വെച്ച് ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും എൻഡോൺമെന്റ് വിതരണവും നടന്നു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി.കെ. സുരേഷ് ബാബു വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. കൂടാളി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ പി. ജിതിൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ കെ.ടി. റീന ഭാസ്കർ, ഹെഡ്മാസ്റ്റർ കെ.വി. മനോജ്, PTA പ്രസിഡന്റ് കെ. സുനിൽ, മദർ PTA പ്രസിഡന്റ് വി.കെ. ഫാത്തിമ തുടങ്ങിയവർ സംസാരിച്ചു. നിഹാരിക കെ, അനന്യ ഷാജി, അർഷ്യ ശ്രീജേഷ്, ആര്യലക്ഷ്മി, നിഹാരിക കെ 10th A. അടുത്തത് +2 സയൻസ് വിഭാഗം കീർത്തന MV, ജ്യോതിക PV, സാരംഗ്, മാളവിക KC, നിവേദ്യ N. കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട് എൻഡോമെന്റ് വാങ്ങാനായി. അതും കൂടെ അടുത്തത് ഫാത്തിമത്തുൽ സഹറ ദേശ ശ്രീ ഗൗരി FP, മുട്ടന്നൂർ UPS. സ്വന്തമാം ബുദ്ധിയില്ലാത്തോൻ അന്തമന്യേ പഠിക്കലും ശാസ്ത്രാർത്ഥമറിയാ കൈലികറി സ്വാദ് കണക്കിനെ. സ്വന്തമായ ബുദ്ധിയില്ലാത്തവൻ അറ്റമില്ലാതെ പഠിച്ചിട്ടും ശാസ്ത്രീയമായ അർത്ഥമറിയില്ല. ഏതുപോലെ കൈലി കറി സ്വാദ് കണക്കിനെ. സാമ്പാറും പച്ചടിയും ഓലനും ചിക്കനും മട്ടനും എല്ലാം വിളമ്പി കൊടുക്കുന്ന സ്പൂണില്ലേ, കയ്യിലില്ലേ, ഇതുവരെ ഒരു കറിയുടെ ടേസ്റ്റ് വരും. മനസ്സിലായോ? ഇല്ല. ഇതുപോലെ നിങ്ങൾ കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഹിസ്റ്ററി എല്ലാം മുക്കുന്നു, ഉത്തരപ്പേപ്പിൽ വിളമ്പുന്നു, മുക്കുന്നു, വിളമ്പുന്നു. നിങ്ങൾ മുക്കി വിളമ്പുന്ന കയ്യിലാവരുത്. വിളമ്പുന്നത് നിങ്ങളുടെ മനസ്സിൽ നിന്നാവണം. തേനീച്ചയെ പറ്റി ഞാൻ ചോദിച്ചില്ലേ? എല്ലാ പൂവിലെയും തേന് തേനീച്ച കുടിക്കുന്നില്ലല്ലോ. എന്നിട്ട് ഈ പൂക്കളെല്ലാം മണ്ണിൽ അടിച്ചു പോവില്ലേ? 3 കോടി വർഷമായി ഭൂമിയിൽ പൂക്കൾ ഉണ്ടായിട്ട്, 3 കോടി വർഷമായിട്ട് പൂക്കളിലെ തേനെല്ലാം മണ്ണിലടിഞ്ഞിട്ടും എന്താണ് മണ്ണിനും മധുരമില്ലാത്ത? എന്താ മണ്ണിന് മധുരമില്ലാത്ത? സിമ്പിളാണ്. തേനൊരു ഭക്ഷ്യപദാർത്ഥം. ഏതൊരു ഭക്ഷണ സാധനം 24 മണിക്കൂർ കൊണ്ട് കെട്ടുപോകും. അതുകൊണ്ട് തേനും കെട്ടുപോകും. അതുകൊണ്ടാണ് മണ്ണിന് മധുരമില്ലാത്തത്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു സംശയം വന്നിരിക്കും, എന്റെ വീട്ടിൽ ഒരു കുപ്പി തേൻ കൊണ്ട് വെച്ചിട്ട് ഒരു 6 മാസമായി വന്നിട്ട് കെട്ടുപോയിട്ടുണ്ട്. അതെന്താ? അത് കെട്ടുപോകുന്നറിയും. പൂവിൽ നിന്ന് തേനീച്ച തേനെടുത്തത് അപ്പടി തേൻവലയിൽ കൊണ്ടുപോയി വെച്ചാൽ കെട്ടുപോകും. തേനീച്ച അത് കുടിച്ച് എൻസൈമുകൾ ചേർത്ത് ദഹിപ്പിച്ച തേനാണ് തേൻവലയിൽ കൊണ്ടുപോയി വെക്കുന്നത്. അത് ഔഷധ ഗുണമുള്ളതും ഏറെക്കാലം നിൽക്കുന്നതും. നിങ്ങൾ തേനീച്ചകളാണ്, പുസ്തകങ്ങൾ പൂക്കളാണ്, അതിലെ അറിവ് തേനാണ്. ഇതാണ് എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി വെക്കലല്ല. എന്താ? അത് നിങ്ങളുടെ സ്വന്തം യുക്തിയും ബുദ്ധിയും ചാലിച്ച് ചേർത്തിട്ട് നിങ്ങളുടെ സ്വന്തം അറിവാക്കി മാറ്റുമ്പോഴാണ് നിങ്ങൾ അത് ജീവിക്കുന്നത്. മനസ്സിലായോ? നിങ്ങളുടെ സ്വന്തം ബുദ്ധി ചാലിച്ച് ചേർക്കണം. അങ്ങനെ ചാലിച്ച് ചേർത്തിട്ട് മുന്നോട്ട് പോകണം. അതിന് പുതിയ പുതിയ ചോദ്യങ്ങൾ ഉണ്ടാവണം. അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. ഉള്ളവർ ഇല്ലാത്തവരോടാണോ ചോദിക്കേണ്ടത്? ഇല്ലാത്തവർ ഉള്ളവരോടാണോ ചോദിക്കേണ്ടത്? ആരാ ചോദിക്കേണ്ടത്? ഇല്ലാത്തവരുള്ളവരോടോ ഉള്ളവരില്ലാത്തവരോടോ? ആരാ ചോദിക്കണ്ടേ? പറ. എന്റെ അടുത്ത് നോട്ടീസ് ഉണ്ട്, നിങ്ങളുടെ അടുത്ത് നോട്ടീസ് ഇല്ല. നിങ്ങൾക്ക് നോട്ടീസ് വേണമെങ്കിൽ ഞാൻ നിങ്ങളോടാണോ ചോദിക്കേണ്ടത്? അല്ല. അപ്പൊ ഉള്ളവർ ഇല്ലാത്തവരോടോ ഇല്ലാത്തവരുള്ളവരോടോ ചോദിക്കേണ്ടത്? ഇല്ലാത്തവരുള്ളവരോട് സംഭവിച്ചില്ലേ? സ്കൂളിൽ അറിവുള്ള മാഷക്കോ കുട്ടിക്കോ? ടീച്ചർമാർക്കല്ലേ, മാഷന്മാർക്കല്ലേ? ഇല്ലാത്തതോ കുട്ടി. ഇല്ലാത്തവരുള്ളവരോടല്ലേ ചോദിക്കണം. അപ്പൊ ചോദ്യം ചോദിക്കേണ്ട കുട്ടി, ഉത്തരം പറയേണ്ട മാഷ്. പക്ഷെ ഇപ്പൊ ആരാ ചോദ്യം ചോദിക്കുന്നത്? മാഷ്. ഉത്തരം പറയേണ്ട ആരാ? ഉത്തരം അറിയില്ലെങ്കിൽ സ്കൂളിൽ വരുമോ? ഉത്തരം അറിയാത്തോണ്ടല്ലേ വരുന്നു. ഏതുത്തരാ മാഷ് ചോദിക്കുന്നത്? മാഷ് കൊടുത്തേൽപ്പിച്ച ഉത്തരം നീ ശരിയാക്കുക. എന്താ പേര്? ശിവനന്ദൻ. ശരി കയറി വന്നാൽ എന്തോ കൊടുക്കട്ടെ. എന്റെ ഫോണ് ശിവനന്ദിന്, എന്റെ ഫോണ് ശിവനന്ദിന് കൊടുക്കും. ശിവനന്ദിത എന്തിനാവോ ഏതിനാവോ ഫോണും എടുത്തിട്ട് എന്തിനാ ഇത് ചേർത്താമെന്ന് ഒരു പിടിയില്ല അല്ലേ? കൊടുത്തോണ്ട് വാങ്ങി. അല്ലാതെ ആ ഫോൺ ഏത് കമ്പനിയാ നോക്കിയ
നോക്കിയ ഞാൻ കൊടുത്തോണ്ട് വാങ്ങി. ഇപ്പൊ എന്തിനാ അവൻ കൈ പിടിക്കുന്ന? ഇപ്പോ കൈ പിടിക്കുന്നത് ഞാൻ ചോദിക്കുമ്പോ തിരിച്ചു തരാൻ അല്ലേ? എന്നാ തന്നെ തന്നു. ഇപ്പൊ ഇവന്റെ കയ്യിൽ ഫോൺ എന്താ? ഇല്ല. നിങ്ങൾ ജയിക്കുന്നില്ല. ഇയാളെന്താ പൊട്ടക്കളി കളിക്കുന്നത്? ഇതുപോലെ മാഷന്മാർ പറയും ഉത്തരം തരില്ല അല്ലേ? നിങ്ങൾ വാങ്ങും. എന്തിനാവോ? എന്നാ പിന്നെ വാങ്ങണ്ടേ? ഏതിനാവോ? എന്തിനാ വാങ്ങുന്നത്? മാഷ് ചോദിക്കുമ്പോ തിരിച്ചു കൊടുക്കാൻ. എപ്പോഴാ മാഷ് ചോദിക്കുക? പരീക്ഷയ്ക്ക് ചോദിച്ചു, തിരിച്ചു കൊടുത്തു. 10ാം ക്ലാസ്സിൽ ചോദിച്ചു, എല്ലാം കൊടുത്തു. ഇപ്പൊ 10ൽ എന്തുണ്ടാ കഴിയും? +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ചെയ്യുമ്പോ +2ൽ എന്തുണ്ടാ? മാഷ് തന്നത് മാഷക്ക് കൊടുത്തിട്ട് പോരുന്ന വിഡ്ഢിത്തമല്ല വിദ്യാഭ്യാസം. മനസ്സിലായോ? ഓരോ ഉത്തരവും നിങ്ങളുടെ സ്വന്തമാകണം. ഓക്കെ, +1 നമ്പറിൽ 1 2 വലുത്? 1 നമ്പറിൽ 1 2 വലുത്? 2. എന്റെ അച്ഛൻ എത്ര മക്കളുണ്ട്? 1ാമത്തെ ആളാരാ? 2ാമത്തോ ആരാ വലുത്? 1 പ്രശ്നമുണ്ട്. വീട്ടിലെത്തുമ്പോ 1 വലുത്, സ്കൂളിലെത്തുമ്പോ 2 വലുത് അല്ലേ? ഇതാണ് ബഷീർ കണ്ടെത്തിയത്. അതാ ബഷീർ മഹാനായത്. ബഷീർ 1 കൂട്ടിയാൽ ഇമ്മണി വലിയ 1 പറഞ്ഞില്ലേ? ആ ഉത്തരം നിങ്ങളുടെ ഉത്തരാ. അല്ലാതെ തത്തമ്മ പൂച്ച Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ.